ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീ മഹാഭാഗവതം 5-ാം സ്കന്ധം 20-ാം അധ്യായം. പ്ലക്ഷാദിദ്വീപങ്ങൾ. ശ്രീശുകൻ പറഞ്ഞു, ഇനി പ്ലക്ഷാദിദ്വീപങ്ങളുടെ പ്രമാണവും ലക്ഷണവും കിടപ്പും വർഷവിഭാഗങ്ങളും പറയാം, കേട്ടുകൊള്ളുക. ജംബുദ്വീപം 1,00,000 യോജന വിസ്തൃതമാണെങ്കിൽ അതിനെ ചൂഴ്ന്നു നിൽക്കുന്ന ലവണസമുദ്രം അത്ര തന്നെ വിസ്താരം കൂടിയതാണ്. മേരുവെ ജംബുദ്വീപവും ലവണസമുദ്രവും ചൂഴ്ന്നു നിൽക്കുന്നത് പോലെ ലവണസമുദ്രത്തെ അതിൻ്റെ ഇരട്ടി വലിപ്പമുള്ള പ്ലക്ഷദ്വീപം കിടങ്ങിനെ ബാഹ്യവനം എന്ന പോലെ ചൂഴ്ന്നു കിടക്കുന്നു. ജംബുദ്വീപിൽ ജംബുവൃക്ഷം എന്ന പോലെ അത്ര തന്നെ പൊക്കമുള്ള ഹിരൺമയമായ പ്ലക്ഷവൃക്ഷം പ്ലക്ഷദ്വീപിലും ഉയർന്നു നിൽക്കുന്നു. അതുകൊണ്ടാണ് പ്ലക്ഷദ്വീപം എന്ന പേരിനും തന്നെ കാരണം. ഈ വൃക്ഷം സ്വർണവർണ്ണമായത് അതിൽ 7 ജാലകളോടുകൂടിയ അഗ്നി. ഹരേ, ഈ വൃക്ഷം സ്വർണവർണ്ണമായത് അതിൽ 7 ജ്വാലകളോടുകൂടിയ അഗ്നി വസിക്കുന്നത് കൊണ്ടാണ്. ഈ ദ്വീപിൻ്റെ അധിപതി പ്രിയവ്രതൻ്റെ മകനായ ഇത്മജിഹ്വനാണ്. ആ മഹാരാജാവ് ഈ ദ്വീപത്തെ 7ആയി വിഭജിച്ച് തൻ്റെ 7 മക്കൾക്കും ഭാഗിച്ചു കൊടുത്തു. ഓരോ വിഭാഗത്തിനും അതാതാളുടെ പേര് തന്നെ നൽകുകയും ചെയ്തു. ശിവം, യവയസം, സുഭദ്രം, ശാന്തം, ക്ഷേമം, അമൃതം, അഭയം എന്നിവയാണ് ആ പേരുകൾ. ഇവയിൽ 7 പർവ്വതങ്ങളും 7 നദികളുമുണ്ട് എന്നു പ്രസിദ്ധമാണ്. മണികൂടം, വജ്രകൂടം, ഇന്ദ്രസേനം, ജ്യോതിഷ്മാൻ, സുവർണം, ഹിരണ്യാഷ്ഠീപം, മേഘമാലം, ഇങ്ങനെ 7 അതിർത്തി പർവ്വതങ്ങളും അരുണ, നിർമ്മണ, ആംഗിരസ്, സാവിത്രി, സുപ്രഭാത, ഋതംഭര, സത്യംഭര, ഇങ്ങനെ 7 മഹാനദികളും ഇവിടെയുണ്ട്. ഈ നദികളിലെ ജലം സ്പർശിച്ച് രജസ്തമസ്സുകൾ അകന്നവരായ ഹംസം, പതംഗം, ഊർധ്വായനം, സത്യാംഗം, ഇങ്ങനെ 4 വർണ്ണങ്ങൾ അവിടെ പാർക്കുന്നു. ഇവർ സഹസ്രവത്സരം ആയുസ്സുള്ളവരും ദേവന്മാരെ പോലെ ശരീരകാന്തിയും പുത്രോത്പാദന കഴിവുള്ളവരുമാണ്. അവർ സ്വർഗദ്വാരഭൂതനും വേദസ്വരൂപനുമായ ഭഗവാൻ സൂര്യനെ വേദമന്ത്രം കൊണ്ട് ഉപാസിക്കുന്നു. ശുഭാശുഭത്തിനും വേദം സത്യം ധർമ്മമിവയ്ക്കുമേ ആധാരം. ആദ്യൻ രവിയെ നമിപ്പൂ വിഷ്ണുരൂപനെ എന്ന്. പ്ലക്ഷം തുടങ്ങിയ 5 ദ്വീപുകളിൽ വസിക്കുന്നവർക്ക് ആയുസ്, ഇന്ദ്രിയപാടവം, ഓജസ്, വീര്യം, ബലം, ബുദ്ധി, വിക്രമം തുടങ്ങിയതെല്ലാം ജന്മസിദ്ധങ്ങളാണ്. പ്ലക്ഷദ്വീപം അത്ര തന്നെ വലിപ്പമുള്ള കരിമ്പുനീരാഴിയാൽ ചുറ്റപ്പെട്ടിരിക്കുന്നതുപോലെ പ്ലക്ഷദ്വീപത്തേക്കാൾ ഇരട്ടി വലിപ്പമുള്ള ശാൽമലദ്വീപം അത്ര തന്നെ വലിപ്പമുള്ള മധ്യനീരാഴിയാൽ വലയം ചെയ്യപ്പെട്ടാണ് ഇരിക്കുന്നത്. പ്ലക്ഷവൃക്ഷത്തോളം തന്നെ വലിപ്പമുള്ള ശാൽമലി എന്ന വൃക്ഷം, അതായത് ഇലവ്, ആ ദ്വീപിൻ്റെ പേരിന് കാരണമായി അവിടെ പരിലസിക്കുന്നു. ഈ വൃക്ഷത്തിന്മേൽ വേദഘോഷം മുഴക്കിക്കൊണ്ട് പക്ഷിരാജനായ ഗരുഡൻ പാർക്കുന്നു എന്ന് പറയപ്പെടുന്നു. ഗരുഡൻ്റെ ചിറകടിനാദം വേദഘോഷണമാണ് എന്ന് പുരാണപ്രസിദ്ധമാണല്ലോ. ഈ ദ്വീപത്തിൻ്റെ അധിപൻ പ്രിയവ്രതാത്മജനായ യജ്ഞബാഹു എന്ന മഹാനാണ്. ആ ദ്വീപിനെ 7ആയി ഭാഗിച്ച് തൻ്റെ 7 പുത്രന്മാരുടെ പേരും കൊടുത്ത് അവരെ തത്തദധിപന്മാരായി അദ്ദേഹം വാഴിച്ചു. സുരോചനം, സൗമനസ്യം, രമണകം, ദേവവർഷം, പാരിഭദ്രം, ആപ്യായനം, അവിജ്ഞാതം എന്നിങ്ങനെയാണ് ആ 7 ഭൂഭാഗങ്ങളുടെ നാമങ്ങൾ. ആ ഭൂഭാഗങ്ങളിലും 7 പർവ്വതങ്ങളും 7 നദികളും തന്നെയാണ് ഉള്ളതായി പറയുന്നത്. സ്വരസം, ശതശൃംഗം, വാമദേവം, കുന്ദം, മുകുന്ദം, പുഷ്പവർഷം, സഹസ്രശ്രുതി, ഇങ്ങനെ 7 പർവ്വതങ്ങൾ. അനുമതി, സിനീവാലി, സരസ്വതി, കുഹു, രജനി, നന്ദ, രാഗ, ഇങ്ങനെ 7 നദികളും. ആ വർഷങ്ങളിൽ വസിക്കുന്നവർ ശ്രുതധരൻ, വീര്യധരൻ, വസുന്ധരൻ, ഇഷംധരൻ, ഇങ്ങനെ 4 ജാതിക്കാരാണ്.
വേദസ്വരൂപനും ജ്ഞാനൈശ്വര്യപൂർണനുമായ ചന്ദ്രനെ വേദമന്ത്രത്താൽ അവർ ആത്മാവായിട്ട് അർച്ചിക്കുന്നു. പിതൃദേവന്മാർക്കുമെല്ലാ പേർക്കും അന്നം സ്വരശ്മിയാൽ ഇരുപക്ഷത്തിലായി നൽകും സോമൻ വാഴട്ടെ മന്നനായി. ശ്രീശുകൻ പറഞ്ഞു, ഇങ്ങനെ മധ്യനീരാഴിക്കപ്പുറത്ത് ശാൽമലദ്വീപിൻ്റെ ഇരട്ടി വലിപ്പമുള്ള, അതായത് 8 ലക്ഷം യോജന ഘൃതാബ്ധിയാൽ ചുറ്റപ്പെട്ടുകൊണ്ട് കുശദ്വീപം വർത്തിക്കുന്നു. ആ ദ്വീപത്തിന് ആ പേരു വരാൻ കാരണം അവിടെ ദൈവസൃഷ്ടമായ കുശകാനനമുള്ളത് തന്നെ. ആ പുല്ലുകളുടെ അഗ്നിതുല്യമായ പ്രകാശത്തിൽ ദിക്കുകളെല്ലാം കത്തിത്തിളങ്ങി നിൽക്കുന്നു. ഈ ദ്വീപാധിപനായ പ്രിയവ്രതപുത്രൻ ഹിരണ്യരേതസ് ആ ദ്വീപത്തെ 7ആയി ഭാഗിച്ച് വസു, വസുദാനൻ, ദൃഢരുചി, നാഭിഗുപ്തൻ, സ്തുത്യവ്രതൻ, വിവിക്തൻ, വാമദേവൻ എന്നീ പേരുള്ള തൻ്റെ 7 പുത്രന്മാർക്കും ഏൽപ്പിച്ച് സ്വയം തപസ്സാചരിച്ചു. ഈ ഭൂഭാഗങ്ങളിലും സുപ്രസിദ്ധങ്ങളായ പർവ്വതങ്ങളും നദികളും 7 തന്നെയാണ്. ചക്രം, ചതുശൃംഗം, കപിലം, ചിത്രകൂടം, ദേവാനീകം, ഊർധ്വരോമാവ്, ദ്രവിണം എന്നിവ പർവ്വതങ്ങളും രസകുല്യ, മധുകുല്യ, മിത്രവിന്ദ, ശ്രുതവിന്ദ, ദേവഗർഭ, ഘൃതച്യുത, മന്ത്രമാല ഇവ നദികളുമാണ്. ഈ നദീജലം കൊണ്ട് പരിശുദ്ധന്മാരായ 4 ജാതിക്കാർ ഈ ദ്വീപത്തിൽ പാർക്കുന്നു. അവരെ കുശന്മാർ, കോവിദന്മാർ, അഭിയുക്തന്മാർ, കുളകന്മാർ എന്നു വിളിക്കുന്നു. അവർ അഗ്നിസ്വരൂപനായ ഭഗവാനെ കർമ്മകുശലന്മാരായി ആരാധിക്കുന്നു. പരബ്രഹ്മത്തിൻ്റെ സാക്ഷാൽ ഹവ്യവാഹക പാവക തദംഗദേവർ തൻ പേരിൽ ചെയ്വതങ്കിക്കു നൽക നീ. ശ്രീശുകൻ പറഞ്ഞു, ഘൃതസമുദ്രത്തിനപ്പുറത്ത് ഇരട്ടി വലിപ്പമുള്ള, അതായത് 16 ലക്ഷം യോജന ക്രൗഞ്ചദ്വീപവും അതിനെ ചൂഴ്ന്നുകൊണ്ട് അത്ര തന്നെ വലിപ്പമുള്ള ക്ഷീരസമുദ്രവും സ്ഥിതി ചെയ്യുന്നു. ഈ ദ്വീപിന് ആ പേരു വരാൻ കാരണം ക്രൗഞ്ചം എന്നു പേരുള്ള ഒരു ശ്രേഷ്ഠ പർവ്വതം അവിടെ ഉള്ളതുകൊണ്ടാണ്. ഈ പർവ്വതത്തിൻ്റെ ലതാനിബിഡമായ നിതംബദേശം പണ്ട് ഗുഹൻ്റെ വേലാൽ ഉടയ്ക്കപ്പെട്ടിരുന്നുവെങ്കിലും ക്ഷീരജലത്താൽ നിത്യം നനയ്ക്കപ്പെടുന്നതുകൊണ്ടും വരുണഭഗവാൻ 4 പുറവും കാത്തുരക്ഷിക്കുന്നു എന്നതുകൊണ്ടും ആ പർവ്വതം നിർഭയം വർത്തിക്കുന്നു. ഈ ദ്വീപാധിപതിയും പ്രിയവ്രതസുതനുമായ ഘൃതപൃഷ്ഠൻ ഇതിനെ 7ആയി ഭാഗിച്ച് സ്വപുത്രനാമങ്ങളുമേകി അവയുടെ അവകാശികളായി തൻ്റെ 7 പുത്രന്മാരെ വാഴിച്ചു. സ്വതേ ഐശ്വര്യസമ്പന്നനായ അദ്ദേഹം ആത്മസ്വരൂപനായ ശ്രീഹരിയുടെ ചരണാരവിന്ദത്തെ പിന്നീട് പ്രാപിച്ചു. ആമൻ, മധുരുഹൻ, മേഘപൃഷ്ഠൻ, സുധാമാവ്, ഭ്രാജിഷ്ഠൻ, ലോഹിതാർണൻ, വനസ്പതി എന്നിങ്ങനെയാണ് ഘൃതപൃഷ്ഠൻ്റെ പുത്രന്മാരുടെ പേരുകൾ. ക്രൗഞ്ചദ്വീപിൻ്റെ 7 ഖണ്ഡങ്ങളിൽ 7 അതിർത്തി പർവ്വതങ്ങളും 7 നദികളും തന്നെയാണുള്ളത്. ശുക്ലം, വർദ്ധമാനം, ഭോജനം, ഉപബർഹണം, നന്ദം, നന്ദനം, സർവതോഭദ്രം എന്നിവ പർവ്വതനാമങ്ങളും അഭയ, അമൃതൗഘ, ആര്യക, തീർത്ഥവതി, രൂപവതി, പവിത്രവതി, ശുക്ല എന്നിവ നദീനാമങ്ങളുമാണ്. ഈ നദികളിലെ പരിശുദ്ധ ജലത്തെ ഉപയോഗിക്കുന്നവരായ പുരുഷന്മാർ, ഋഷഭന്മാർ, ദ്രവിണന്മാർ, ദേവകന്മാർ ഇങ്ങനെ പേരുള്ള 4 ജാതിക്കാരും ജലസ്വരൂപനായ ദേവനെ പൂർണ്ണ അഞ്ജലികളായി മന്ത്രപൂർവം തർപ്പണം ചെയ്യുന്നു. മൂലോകവും ശുദ്ധമാക്കി പാപം പോക്കും ജലങ്ങളെ ഈശവീര്യങ്ങളെ സ്പർശിപ്പോരെ സംശുദ്ധരാക്കുവിൻ. ശ്രീശുകൻ പറഞ്ഞു, ഇതുപ്രകാരം ക്ഷീരസമുദ്രത്തിനപ്പുറം നിലകൊള്ളുന്നതും 32 ലക്ഷം യോജന വിസ്താരമുള്ളതുമായ ശാഖദ്വീപത്തിനെ തുല്യവിസ്താരമുള്ള ദധിമണ്ഡോദധി ചൂഴ്ന്നു കിടക്കുന്നു. ദ്വീപത്തിന് ആ പേരു വരാൻ കാരണം ശാഖമെന്ന വൃക്ഷം അവിടെയുള്ളതുകൊണ്ടാണ്. അതിൽ നിന്നും പുറപ്പെടുന്ന മഹാസൗരഭം ആ ദ്വീപത്തെ മുഴുവനും സുഗന്ധിതമാക്കി തീർക്കുന്നു. മേധാതിഥി എന്ന പ്രിയവ്രതസുതൻ ആ ദ്വീപത്തെ ഭരിക്കുന്നു. അദ്ദേഹവും ദ്വീപിനെ 7ആയി ഭാഗിച്ച് പുത്രനാമങ്ങളും നൽകി തൻ്റെ 7 പുത്രന്മാരായ പുരോജവൻ, മനോജവൻ, പവമാനൻ,
ധൂമ്രാനീകൻ, ചിത്രരേഫൻ, ബഹുരൂപൻ, വിശ്വധാരൻ എന്നിവരെ അധിപതികളാക്കി വാഴിച്ച് സ്വയം ഭഗവാൻ അനന്തങ്കൽ മനസ്സുറപ്പിച്ച് തപസ്സിനായി കാട്ടിൽ പ്രവേശിച്ചു. ഈ 7 വിഭാഗങ്ങളുടെ അതിർത്തിഗിരികളാണ് ഈശാനം, ഊരുശൃംഗം, ബലഭദ്രം, ശതകേസരം, സഹസ്രസ്രോതം, ദേവപാല, മഹാനസം എന്നിവ. അവയിലെ 7 നദികൾ അനഘ, ആയുർദ, ഉഭയസ്പൃഷ്ടി, അപരാജിത, പഞ്ചപതി, സഹസ്രശ്രുതി, നിജധൃതി എന്നിവയുമാണ്. ആ വർഷങ്ങളിലെ ജനങ്ങളായ ഋതവ്രതന്മാർ, സത്യവ്രതന്മാർ, ദാനവ്രതന്മാർ, അനുവ്രതന്മാർ എന്നിവർ പ്രാണായാമം കൊണ്ട് രജസ്തമസ്സുകളെ പോക്കി ത്രയാത്മകനായ ഭഗവാനെ ഉത്കൃഷ്ട സമാധിയോഗത്താൽ സേവിക്കുന്നു. പ്രാണവൃത്തികളാൽ ഭൂതജാലങ്ങൾക്കുള്ളിൽ എപ്പോഴും ചരിച്ചു വിശ്വം കാക്കുന്ന ഭഗവൻ കാക്കുകങ്ങളെ. ശ്രീശുകൻ പറഞ്ഞു. ഇത് പ്രകാരം ദധിമണ്ഡോദധിക്കപ്പുറം ദ്വിഗുണവിസ്തൃതിയോടുകൂടിയ, അതായത് 64 ലക്ഷം യോജന പുഷ്കരദ്വീപവും അതിനു ചുറ്റും അത്ര തന്നെ വലിപ്പമുള്ള തെളിനീർ കടലും സ്ഥിതി ചെയ്യുന്നു. അതിൽ കത്തിജ്വലിക്കുന്ന ജ്വാലകൾ പോലെ 10 കോടി സ്വർണദളങ്ങളോട് കൂടിയ ഒരു മഹാപുഷ്കരം സ്ഥിതി ചെയ്യുന്നത് കൊണ്ടാണ് ആ ദ്വീപിന് പുഷ്കരം എന്നു പേര് വരാൻ കാരണം. അത് ഭഗവാൻ ബ്രഹ്മാവിൻ്റെ ഇരിപ്പിടമായി പരികൽപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. ഈ ദ്വീപിൻ്റെ മധ്യത്തിലുള്ള മാനസോത്തരം എന്ന ഒരേയൊരു പർവ്വതം ദ്വീപിനെ 2ആയി ഭാഗിച്ച് അതിരിട്ട പോലെ നിൽക്കുകയാണ്. അതിനു 10,000 യോജന പൊക്കമുണ്ട്. ഇന്ദ്രാദി ലോകപാലന്മാരുടെ 4 പുരങ്ങൾ ഇതിൻ്റെ 4 ഭാഗങ്ങളിലായി സ്ഥിതി ചെയ്യുന്നു. അതിൻ്റെ മുകളിൽ മേരുപർവ്വതത്തെ ചുറ്റിത്തിരിയുന്ന സൂര്യരഥത്തിൻ്റെ അയനദ്വയമുണ്ടാക്കുന്ന വത്സരാത്മകമായ ചക്രം ദേവന്മാർക്ക് പകൽ രാത്രി എന്ന ഭേദം ഉണ്ടാക്കിക്കൊണ്ട് കറങ്ങുന്നു. ഈ ദ്വീപത്തിൻ്റെ അധിപതിയായ വീതിഹോത്രൻ എന്ന പ്രിയവ്രതപുത്രൻ തൻ്റെ 2 പുത്രന്മാരായ രമണകനും ധാതകിക്കും അതേ പേരോടുകൂടിയ 2 ദേശവിഭാഗങ്ങളെയും ഏൽപ്പിച്ചു കൊടുത്ത് സ്വപൂർവജന്മാരെ പോലെ തന്നെ ഭഗവത് കർമ്മശീലനായി വർത്തിച്ചു. ആ വർഷത്തിലെ പുരുഷന്മാർ ബ്രഹ്മരൂപിയായ ഭഗവാനെ കർമ്മയോഗവിധിക്കൊത്ത് പൂജിക്കുകയും ഈ മന്ത്രത്താൽ ഉപാസിക്കുകയും ചെയ്യുന്നു. ഏകാന്തമദ്വയം ശാന്തം കർമ്മസദ്ഫലവിഗ്രഹം ഷഡൈശ്വര്യയുതം ബ്രഹ്മരൂപത്തെ പ്രണമിച്ചിടാം. ശ്രീശുകൻ പറഞ്ഞു. ഇതിനുമപ്പുറത്ത് ലോകാലോകം എന്നു പേരായ പർവ്വതം ലോകത്തിൻ്റെയും അലോകത്തിൻ്റെയും, അതായത് സൂര്യപ്രകാശം തട്ടുന്ന ഭാഗം ലോകം, അതിനപ്പുറം അലോകം, ഈ രണ്ടിൻ്റെയും അതിർത്തിയായി ദൈവത്താൽ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. മേരുവിനും മാനസോത്തര പർവ്വതത്തിനുമിടയിൽ എത്ര സ്ഥലമുണ്ടോ അത്രയും സ്ഥലം ശുദ്ധസമുദ്രത്തിനപ്പുറം കിടപ്പുണ്ട്. 57.5 കോടി യോജനയോളമുള്ള ഈ സ്ഥലത്ത് പ്രാണികൾ വസിക്കുന്നു. അതിനപ്പുറം സ്വർണമയവും കണ്ണാടിച്ചില്ലിനു തുല്യവുമായി കിടക്കുന്ന ഭൂമിയിൽ വല്ല സാധനവും വീണുപോയാൽ അത് തിരിച്ചു കിട്ടുകയില്ല. അവിടെ ഒറ്റ പ്രാണിയും തന്നിമിത്തം ജീവിക്കുന്നില്ല. ഇതിൻ്റെ വിസ്തൃതി 8,39,00,000 യോജനയാണെന്ന് പറയപ്പെടുന്നു. ലോകത്തിൻ്റെയും അലോകത്തിൻ്റെയും മധ്യവർത്തിയായതുകൊണ്ടാണ് ഈ പർവ്വതത്തിന് ലോകാലോക അചലം എന്നു പേര് വന്നത്. ഇത് മൂലോകത്തിനും അതിർത്തിയായി ഈശ്വരനാൽ കൽപ്പിക്കപ്പെട്ടിരിക്കയാൽ സൂര്യാദി ധ്രുവപര്യന്തമുള്ള ജ്യോതിർഗണങ്ങളുടെ കിരണങ്ങൾ ഇതിനപ്പുറത്തുള്ള ത്രിഭുവനങ്ങളെയും പ്രകാശിപ്പിക്കുന്നതല്ലാതെ ഈ അചലത്തിനപ്പുറം സ്വപ്രകാശം പരത്താൻ അശക്തങ്ങളായി തീരത്തക്കവണ്ണം ഈ പർവ്വതത്തിന് ഉയരവും വലിപ്പവുമുണ്ട്. ഇത്ര വരേക്കുമുള്ള ലോകത്തിൻ്റെ അളവും ലക്ഷണവും കിടപ്പുമെല്ലാം വിവേകികൾ ചിന്തിച്ച് നിശ്ചയിച്ചിരിക്കുന്നു. ഭൂഗോളത്തിൻ്റെ വിസ്താരം 50 കോടിയാണ് എന്ന് കണക്കാക്കപ്പെട്ടിരിക്കുന്നു. അതിൽ 4/1 ഭാഗം വലുപ്പം ലോകാലോക അചലത്തിനുണ്ട്. ഇതിൻ്റെ ഉപരിഭാഗത്ത് 4 ദിക്കുകളിലായി ഋഷഭൻ, പുഷ്കരചൂടൻ, വാമനൻ, അപരാജിതൻ എന്നീ 4 ദിഗ്ഗജങ്ങൾ ആത്മയോനിയാൽ നിഖില ലോകരക്ഷാർത്ഥം കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. സ്വാംശഭൂതങ്ങളായ ഈ ഗജങ്ങൾക്കും ലോകപാലർക്കും സ്വസ്വപ്രവർത്തനങ്ങൾക്കുള്ള കഴിവും വീര്യവും വളർത്തുന്നതിനു വേണ്ടി പരമമഹാപുരുഷനും മഹ ഐശ്വര്യപതിയും സർവാന്തരസ്ഥനുമായ സർവേശ്വരൻ
ധർമ്മം, ജ്ഞാനം, വിരക്തി, ഐശ്വര്യം മുതലായ 8 മഹാസിദ്ധികളോടും വരായുധങ്ങളെ പൂണ്ട ഭുജദണ്ഡങ്ങളോടും കൂടിയ വിശുദ്ധ സത്വരൂപം പൂണ്ട് വിശ്വക്സേനാദി പാർഷദന്മാരോടുകൂടി സമസ്ത ലോകമംഗളാർത്ഥം ഈ ശ്രേഷ്ഠപർവ്വതത്തിൽ എങ്ങും നിവസിക്കുന്നു. ആത്മയോഗമായ വൈഭവത്താൽ വിരചിതമായ വിവിധ ലോകഗതിയെ ആകൽപ്പാന്തം നിലനിർത്തി രക്ഷിക്കുന്നതിനു വേണ്ടിയാണ് ഭഗവാൻ ഇങ്ങനെ വിശുദ്ധ സത്വരൂപനായി വർത്തിക്കുന്നത് എന്ന് ധരിക്കേണ്ടതാണ്. മഹാമേരു മുതൽ ലോകാലോകാചലം വരേക്കുള്ള ഭൂമിയുടെ അന്തർവിസ്താരം മുൻപ് പറഞ്ഞുവല്ലോ. അത്ര തന്നെയാണ് ലോകാലോക അചലത്തിൻ്റെ അപ്പുറത്തുള്ള അലോകത്തിൻ്റെയും വിസ്താരം. അതിനപ്പുറം യോഗേശ്വരന്മാർക്ക് മാത്രമേ പോവാനാവുകയുള്ളൂ എന്ന് പറയപ്പെടുന്നു. മരിച്ച ദ്വിജപുത്രന്മാരെ ആനയിക്കുന്നതിനായി ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനന് കാട്ടിക്കൊടുത്ത സ്ഥലമാണ് ഇത്. നിൽപ്പൂ ഭൂസ്വർഗമധ്യത്തിൽ അണ്ടമധ്യകനായി രവി, സൂര്യാണ്ടമധ്യാന്തരം താൻ 25 കോടിയാം, മൃതമണ്ഡത്തിൽ നിന്നുണ്ടാകയാൽ മാർത്താണ്ഡനായി രവി, ഹിരണ്യഗർഭാഖ്യനുമായി ഹിരണ്യാണ്ടജനാകയാൽ ദിക്കും വാനും നരകവും നാഗം ഭൂ അതലാദിയും വേർതിരിപ്പൂ സർവഭോഗമോക്ഷദേശങ്ങളും രവി, ദേവതിര്യങ്മർത്യനാഗലതാ വൃക്ഷാദി ഏതിനും ജീവനും കാഴ്ചയും നൽകും ഈശ്വരൻ താൻ വിരോചനൻ. ഹരേ നമ. ശ്രീകൃഷ്ണാർപ്പണമസ്തു. 20-ാം അധ്യായം കഴിഞ്ഞു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരേ നാരായണ.